പരിപാടി എന്നാണെന്നറിയാമോ? ഇവിടെ സ്കൂൾ ഓപ്പൺ ആവാൻ പോവാണ് കേട്ടോ. സെപ്റ്റംബർ 12 സ്കൂൾ തുറക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ മെറ്റീരിയൽസ് എല്ലാം മേടിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടുത്തെ രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് മൂത്തയാളുടെ ബുക്കുകളെല്ലാം കിട്ടിയേക്കുന്നത്. അപ്പോൾ എല്ലാ ബുക്കിൻ്റെയും മേളിൽ ഇവർ ഏത് ഡിവിഷനിലാണോ പോകുന്നതും പിന്നെ അത് ഏത് സെഷനാണ്, ഇപ്പം നമ്മൾ ABCD എന്ന് പറയത്തില്ലേ, അതുപോലെ ഉള്ള ഈ 5 മൂത്തയാൾ 5ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ അവൻ്റെ ബുക്കുകളാണ് ഇതെല്ലാം. പിന്നെ നമ്മളുണ്ടല്ലോ ഇതുപോലൊരു സ്റ്റിക്കർ, നമ്മൾ ഈ ലൈബ്രറിയിൽ പോയിട്ട് ഈ ബുക്ക് വാങ്ങിച്ചു കഴിയുമ്പം നമ്മുടെ കൊച്ചിൻ്റെ പേരും സർനെയിമും പിന്നെ ഏത് ഡിവിഷനാണെന്നും ഏത് ക്ലാസ് ആണെന്നും അവർ നമുക്കിങ്ങനെ സ്റ്റിക്കറാക്കി തരും കേട്ടോ. അപ്പം അങ്ങനെ സ്റ്റിക്കർ ആക്കിയിട്ട് എത്ര പുസ്തകം ഉണ്ടോ, ബുക്കല്ല പുസ്തകമാണ് ഞാൻ പറഞ്ഞത്, അതിന് നമുക്കിങ്ങനെ ഒട്ടിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റിക്കർ. ഇത് ഇളയാളുടെയാണ്, ഇമ്മാനുവൽ ഡിജോ. അവൻ്റേതും അങ്ങനെ എഴുതിയിട്ട് ഏത് ഡിവിഷനാണെന്നും എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ അവൻ 2nd സ്റ്റാൻഡേർഡിലാണ് കേട്ടോ പോണത്. സെക്ഷൻ B ആണേ. അപ്പോൾ നമ്മൾ എളുപ്പമുണ്ട്, നമുക്ക് ഇങ്ങനെ ബുക്ക് എടുക്കുക, പുസ്തകം എടുക്കുക, എന്നിട്ട് ഇവിടെയായിട്ട് എവിടെയെങ്കിലും ഒരു സ്റ്റിക്കർ അടിച്ചു കൊടുക്കുക, പേരും ക്ലാസ്സും ഡിവിഷനും. അപ്പം അങ്ങനെ എല്ലാത്തിലും ഒട്ടിക്കുക. അപ്പോൾ എത്ര പുസ്തകങ്ങളുണ്ട് അത് നമ്മൾ വാങ്ങിക്കുന്ന ലൈബ്രറിയിൽ നിന്ന് തന്നെ അവർ നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അത് എളുപ്പമുണ്ട്. പ്രൈമറി ക്ലാസ്സുകളിൽ നമുക്ക് ചെറിയൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുസ്തകങ്ങളെല്ലാം കിട്ടും കേട്ടോ. UPയിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ കൂടുതൽ പൈസ കൊടുക്കണം. പിന്നെ നമുക്ക് മേടിക്കേണ്ടത് ബുക്കുകളാണ്. ബുക്ക്, പെൻസിൽ അങ്ങനെയുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കണം കേട്ടോ. ഇങ്ങനെയാണ് ഇവിടുത്തെ ബുക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നെങ്കിൽ പിന്നെ ഇങ്ങനെ കാർബൺ പേപ്പർ വാങ്ങിച്ചിട്ട് അതുകൊണ്ട് കവർ ചെയ്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അങ്ങനെയല്ലേ നമ്മൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ കവേഴ്സ്, അതായത് നമ്മൾ കവർ ചെയ്യുന്ന സംഭവങ്ങളില്ലേ, ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് വരുന്ന സംഭവങ്ങളാണ് കേട്ടോ. ബുക്കിൻ്റെ കവറായിട്ട് നമുക്ക് കാർബൺ പേപ്പർ മേടിച്ച് വെട്ടി കണ്ടിച്ച് പൊതിക്കേണ്ട അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇതുപോലത്തെ ഓരോ മെറ്റീരിയൽസിനും ഏത് ബുക്കാണ് ഉപയോഗിക്കുന്നത്, അത് ഏത് കളറാണ് വേണ്ടതെന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും നമ്മളോട്. അപ്പോൾ നമ്മളിത് വാങ്ങിക്കുക, എന്നിട്ട് ഈ ബുക്കിനകത്തേക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ നമ്മുടെ കവർ പേജില്ലേ, അത് ഈ 2 സൈഡിലേട്ടും കയറ്റി വെക്കുക. ബുക്കിന് കവറായി. അല്ലാണ്ട് നമ്മൾ പൊതിഞ്ഞ് കഷ്ടപ്പെടാനും പേപ്പർ മേടിക്കാനും കട്ട് ചെയ്യാനും അതൊക്കെ പക്ഷേ രസമായിരുന്നല്ലേ. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. ഇത്രയാണ് ബുക്ക്. ബുക്കിനും ഇങ്ങനത്തെ ലൈൻസ് അത് പല സൈസിലുള്ളതുണ്ട്. അവർ നമ്മളോട് പറയൂട്ടെ ഏത് നമുക്ക് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ സ്റ്റിക്കറും ഉണ്ട്, നെയിം സ്ലിപ്പുണ്ട്. അവിടെ നമുക്ക് പേരും ഡിവിഷനും ഏത് ക്ലാസ്സാണെന്നുള്ളത് എഴുതി വയ്ക്കാം. അപ്പം ഓരോ വിഷയത്തിനും പല കളേഴ്സ് അവർ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഓരോ ബുക്കും അങ്ങനെ കളർ അനുസരിച്ച് മാറ്റി വെച്ചാൽ മതി. ബ്ലൂ ഉണ്ട്, സ്കൈ ബ്ലൂ ഉണ്ട്, പിന്നെ ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, അങ്ങനെ പല പല കളേഴ്സിലുണ്ട് കേട്ടോ. അപ്പോൾ ഏത് മെറ്റീരിയലിന് അവർ പറഞ്ഞേക്കണാണോ അതുപോലത്തെ ഒരു ബുക്ക് വാങ്ങിച്ചു വെച്ചാൽ മതി. ഞാൻ പിന്നെ ഉണ്ടല്ലോ എല്ലാ പ്രാവശ്യവും എക്സ്ട്രാ ഇങ്ങനെ കുറച്ച് ബുക്സ് വാങ്ങിച്ചു വെക്കും. ഇത് 1 2 3 4 5 ബുക്കിൻ്റെ ഒരു ഇതാണ് കേട്ടോ, ബ്ലോക്കാണേ. ഞാൻ ഇങ്ങനെ എക്സ്ട്രാ വാങ്ങിച്ചു വയ്ക്കും. കാരണം ചിലപ്പോൾ നിങ്ങൾ വൈകുന്നേരം വന്നിട്ട് പറയും പിറ്റേ ദിവസത്തേക്ക് അമ്മേ ബുക്ക് തീർന്നു, എനിക്ക് നാളെ വേറെ ബുക്ക് വാങ്ങിച്ചു തരുമെന്ന് പറയും. അപ്പോൾ അന്നേരം നമ്മൾ എപ്പോഴാണ് പെട്ടെന്ന് രാത്രിയിൽ കടയിൽ പോയി വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനിങ്ങനെ എക്സ്ട്രാ കുറച്ച് വാങ്ങിച്ചു. അതുപോലെ അവരുടെ പേന, പെൻസിൽ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ ഇവിടെ കബേർഡ്സ് ഉണ്ട്, അതിനകത്ത് എക്സ്ട്രാ വാങ്ങിച്ചു വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാം. പിന്നെ അത് തീരുന്നതിനനുസരിച്ചിട്ട് ഞാൻ മേടിച്ച് വെക്കുക ചെയ്യാറ്. അങ്ങനെയാണ് കേട്ടോ ഇവിടെ എല്ലാ സംഭവങ്ങളും ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലത്തേതും ഇവിടുത്തേതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ നമുക്ക് ഭയങ്കര ഓർമ്മകളുമാണല്ലേ, നമ്മുടെ സ്കൂൾ കാലങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതും ഒക്കെ. ഞാനൊക്കെ എൻ്റെ ഓർമ്മയിൽ പുതിയ പുസ്തകങ്ങളൊന്നും മേടിച്ച് സ്കൂളിൽ പോയിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ ചേച്ചിയുടെ പുസ്തകമൊക്കെ ആയിരുന്നു ഞാൻ ഉപയോഗിക്കൽ കൂടുതലുമേ, അല്ലെങ്കിൽ പഴയ പുസ്തകം അങ്ങനെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ ആണെങ്കിലും ഓരോ സ്കൂളിലും ഓരോ രീതികളായിരിക്കും കേട്ടോ. ഇപ്പം എൻ്റെ കുട്ടികൾ പോകുന്ന സ്കൂളിലെ രീതികളാണ് ഞാൻ പറഞ്ഞത്. ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ അങ്ങനെയാണ്. പിന്നെ ചിലയിടത്തൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ ബുക്ക് കൊടുക്കുന്ന രീതികളുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് അങ്ങനെയാണ്, സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പല രീതിയിൽ. പിന്നെ ഇവർ ചോദിക്കുന്നത് ഒരു സ്പോർട്ട് ഈവൻ്റ് ഒരു ഷൂ, ഇവർക്ക് ജിംനാസ്റ്റിക് ഉണ്ട് സ്കൂളിലെ,
ആഴ്ചയിൽ ഒരു ദിവസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഷൂ ചോദിക്കും. പിന്നെ ഇങ്ങനെ ടിഷ്യൂവിൻ്റെ ഓരോ ഒരു ഫുൾ പാക്കറ്റ് ചോദിക്കും. 2 പേർക്കാണ് ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രീതികൾ കേട്ടോ. ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ അവർ ചോദിക്കും. ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു 30-40 നമുക്ക് ഇഷ്ടമുള്ളത്തോളം വാങ്ങിക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റുകളില്ലേ, അതാണ് കേട്ടോ. അതായത് അവർക്ക് അവിടെ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് ആ പേപ്പറുകളെല്ലാം ഇതിൻ്റെ ഓരോ പേജിനകത്താക്കി ഇങ്ങനെ ഒരു ആൽബം പോലെ അവർ സൂക്ഷിക്കും. അപ്പോൾ അങ്ങനത്തെ ഓരോന്ന് കൊണ്ട് കൊടുക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. മെറ്റീരിയൽസിൻ്റെ എല്ലാത്തിൻ്റെ എന്തൊക്കെ വേണം എന്നുള്ള ലിസ്റ്റ് അവർ നേരത്തെ തന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ലിസ്റ്റ് അനുസരിച്ച് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് റെഡിയാക്കാനായിട്ട് ഉള്ളത് ഇവരുടെ ബോക്സാണ് കേട്ടോ. 2 പേർക്കും ഒരുപോലത്തെ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. അതാ ഇങ്ങനെ ഇവിടുത്തെ സൈഡിലെ കള്ളികളിലൊക്കെ നമുക്ക് കട്ടർ, പെൻസില്, റബ്ബർ, സിസേഴ്സ് അങ്ങനെയുള്ളതൊക്കെ വയ്ക്കാം. പിന്നെ ഇവിടെ കളർ പെൻസിലും വാട്ടർ കളറും ഒക്കെ ആയിട്ട് ഒത്തിരി സ്പേസ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ. അത് ഞാൻ തേമൂന്ന് ഓർഡർ ചെയ്തതാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം എന്താണെന്നറിയാമോ? ഇത് കണ്ടോ, ഇവരുടെ പേര് കസ്റ്റമൈസ് ചെയ്ത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. 2 പേരുടെ ഇതുപോലെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഉപകാരം വെച്ചാൽ ഇവിടെ എല്ലാ മെറ്റീരിയൽസിലും നമ്മൾ ഇവരുടെ നെയിം സ്ലിപ്പ് ഒന്നുകിൽ നെയിം എഴുതി വെക്കണം, അല്ലെങ്കിൽ പേപ്പർ കട്ട് ചെയ്ത് ആരെ കൊണ്ട് പറ്റിയത് മൊത്തം കുത്തിയിരുന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ തേമൂന്ന് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ പിള്ളേരുടെ പേരടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരിതുപോലെ 100 എണ്ണം 300 എണ്ണം എത്ര വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം. മിനിമം ചെറിയ പൈസ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയെല്ലാം എടുത്തിട്ട് ഞാൻ എന്താ ഇതുപോലെ ഓരോ പെൻസിൽ അല്ലെങ്കിൽ സംഭവം എടുത്ത് എന്ത് സംഭവമാണ് നമ്മൾ കൊടുത്തു വിടുന്ന ബോക്സിനകത്ത് അതിലെല്ലാത്തിലും നെയിം സ്ലിപ്പ് ഒട്ടിച്ചു വിടണം കേട്ടോ. അത്രേ ഉള്ളൂ, പേരൊട്ടിച്ച് എന്ത് സംഭവമായാലും അതിൽ ഇങ്ങനെ നെയിം സ്ലിപ്പ് എഴുതി ഒട്ടിച്ച് കൊടുത്തു വിടണം. പിന്നെ ഞാൻ തേമൂന്നാട്ടോ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് നോക്കി ചെയ്യണം. ക്വാളിറ്റി കുറവുള്ളത് കൊണ്ട് കൂടുതലുള്ളതുകൊണ്ട്. എന്നാലും നമുക്ക് ഷോപ്പിലൊക്കെ പോയി മേടിക്കുന്നതിനേക്കാൾ ഒത്തിരി പൈസ കുറവാണ് കേട്ടോ തേമൂന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഇവർക്ക് കൊണ്ടുപോകാനുള്ള കാറ്റക്കിസ്മ പോകാനുള്ള അങ്ങനെയൊക്കെ ഉള്ള ബോക്സുകൾ, കളർ പെൻസിലുകൾ, വാട്ടർ കളറ്, പിന്നെ നമ്മുടെ ഗമ്മില്ലേ അതിഷ്ടം പോലെ ചിലവാകും ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ചെറുതിനൊക്കെ. അപ്പോൾ അങ്ങനത്തെ കുറേ എക്സ്ട്രാ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കളർ പെൻസിലുകൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എന്താ സിസേഴ്സ്, കട്ടറില്ലേ, കട്ടറൊക്കെ സെറ്റായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതിനൊക്കെ നിസ്സാര പൈസകളേ ഉള്ളൂ കേട്ടോ. പിന്നെ മൂത്ത ആൾക്ക് ഇങ്ങനെ മായ്ക്കാൻ പറ്റുന്ന റബ്ബറോട് കൂടിയുള്ള പെന്നുകൾ അതൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ അത് തന്നെ റീഫില്ല് ചേഞ്ച് ചെയ്യാനുള്ളത്. പിന്നെ പെൻസിലുകളുടെ ബ്ലോക്കുകളായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എക്സ്ട്രാ ഇങ്ങനെ നമ്മളിവിടെ എടുത്തു വെക്കും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരം വന്നിട്ടായിരിക്കും പിറ്റേ ദിവസത്തേക്ക് ഇന്ന സാധനം തീർന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ രാത്രി അവിടെ പോയി വാങ്ങിക്കാൻ. അപ്പോൾ ഞാനിവിടെ ഇവരുടെ റൂമിൽ തന്നെ ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ മെറ്റീരിയൽസ് ഇടാൻ വേണ്ടി തന്നെ. അപ്പോൾ അതിനകത്ത് ഞാൻ എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് ഓരോന്ന് തീരുന്നതിനനുസരിച്ച് ഇവർക്ക് എടുത്ത് കൊടുത്തോടും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനി ചെറിയ നെയിം സ്ലിപ്പ് ഒട്ടിക്കാൻ, കളർ പെൻസിലുകൾ അങ്ങനെയുള്ള സംഭവത്തിലൊക്കെ കുറച്ച് നെയിം സ്ലിപ്പുകൾ ഒട്ടിച്ച് വയ്ക്കാനുണ്ട്. അത്രയോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് ബുക്കെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ബാഗ് റെഡിയാക്കി നാളെ രാവിലെ സ്കൂളിൽ പോവാം. അപ്പം പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കിടക്കുന്ന, പ്രത്യേകിച്ചും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഈ സെപ്റ്റംബർ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ ആട്ടോ സ്കൂൾ തുറക്കുന്നത്. അപ്പം പുതിയൊരു വർഷം ആരംഭിക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു. പിന്നെ ശരി, പിന്നെ കാണാവേ.